ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു നാസൂസ് വേൾഡ്. നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളെ ഗാർഡനിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ശ്വേതയാണ്. ശ്വേത വെച്ചിട്ട് ഒരുപാട് നാളായിട്ടുള്ളൊരു പോട്ടാണിത്. ഒരു വർഷത്തിലേറെയായി ഈ ഒരു പോട്ടിൽ. ഇപ്പം ഇതാ ബഡ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ശ്വേത. നമുക്കിത് ട്യൂബർ തീരെ കിട്ടാത്തൊരു വെറൈറ്റിയാണ്. ഇനി ഈ കാണുന്നതും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ലില്ലിപ്പുട്ട് എന്ന വെറൈറ്റിയാണ്. ഇവിടെ ഒരു ബഡ് ഉണ്ട്, അത് കരിഞ്ഞു പോയി. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ലില്ലിപ്പുട്ട്. ഇനി അടുത്തതായിട്ട് കാണുന്നത് AW7 വൈറ്റിൻ്റെ ഫ്ലവറാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ധാരാളം പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് AW7 വൈറ്റ്. കണ്ടില്ലേ, നമുക്ക് ടബിൽ ചുറ്റിലും പൂക്കൾ വരും. നന്നായിട്ട് പൂക്കുന്നൊരു ബൗൾ വെറൈറ്റിയാണ് AW7 വൈറ്റ്. നമ്മുടെ വാനില കെച്ചപ്പാണ്. ഇപ്പോൾ റണ്ണർ മാറ്റി വെച്ചപ്പോൾ ഒരു ബഡ് വന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വാനില കെച്ചപ്പ്. നമ്മുടെ S1 ആണ്. S1ൻ്റെ ഫ്ലവറാണ്. ചെറിയ ഫ്ലവറാണിത്. ഇവിടെയൊക്കെ ബഡുകളുണ്ട് കണ്ടോ. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് S1. നമ്മളെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഈ കാണുന്നത് നമ്മുടെ നാഗവല്ലിയാണ്. നാഗവല്ലി നല്ല അടിപൊളി ബ്ലൂമറാണ്. അതുപോലെ വലിയ പൂക്കളാണ്. നല്ല പെറ്റൽ കൗണ്ടോട് കൂടി വിരിയുന്ന ഒരു സൂപ്പർ ബ്ലൂമറാണ്. ഈ കാണുന്നതെല്ലാം നമ്മുടെ മിസ് കേരളയുടെ ബഡുകളാണ്. കുറേ ബഡുകൾ ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട്. മഴ പെയ്തിട്ട് മഴവെള്ളം നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറേ ബഡുകൾ ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ചന്ദ്രകാന്തയുടെ ബഡുകളാണ്. ഇനിയും അവിടെയും ബഡ് വരുന്നുണ്ട്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ചന്ദ്രകാന്ത. നല്ല സൂപ്പർ ഫ്ലവറാണ്. അതേപോലെ നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഹൈബ്രിഡാണ് ചന്ദ്രകാന്ത. നമുക്ക് എന്നും വിരിയുന്നൊരു വെറൈറ്റിയാണ് മേഘ്. ധാരാളം പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണ്. മേഘിലും ഇന്നൊരു ഫ്ലവർ ഉണ്ട്. കാണുന്നത് ലിൻട്രാക്ക് എന്ന മൈക്രോ വെറൈറ്റിയുടെ ബഡുകളാണ്. റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്ന ബഡുകളാണ്. കുഞ്ഞൻ ബഡുകളാണ്. ഈ കാണുന്നത് പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ഫ്ലവറാണ്. പിങ്ക് ജൂപ്പിറ്റർ നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുണ്ടല്ലോ, ഇവിടെയൊക്കെ ബഡുകൾ വരുന്നുണ്ട്. ഇവിടെ ബഡുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവറാണ്. ഇനിയും നല്ല സൈസ് വെക്കുന്ന ഫ്ലവേഴ്സാണ് പിങ്ക് ജൂപ്പിറ്ററിൻ്റേത്. ഈ കാണുന്നത് വൈറ്റ് അഗില എന്ന വെറൈറ്റിയാണ്. വൈറ്റ് അഗിലയും നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. അഗില പോലെ തന്നെ നല്ല കൂർത്ത ബഡുകളുള്ള ഒരു വെറൈറ്റിയാണ് വൈറ്റ് അഗില. അഗില പോലെ തന്നെ നന്നായിട്ട് പൂക്കുകയും ചെയ്യും. നമുക്ക് ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമുള്ളൊരു വെറൈറ്റിയാണ് വൈറ്റ് അഗില. ഈ കാണുന്നത് നമ്മുടെ ഡ്രാഗൺ ബ്ലഡിൻ്റെ ഫ്ലവറാണ്. ഇതുണ്ടല്ലേ, നല്ല കൂർത്ത പെറ്റൽസൊക്കെ ആയിട്ട് നമ്മുടെ 1000 പെറ്റൽ പോലെയൊക്കെ ചെറിയ ഒരു പൂവാണ്. നല്ല കൂർത്ത പെറ്റൽസാണ്. ഒരുപാട് പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ചെറിയ പൂക്കളാണ്. ബൗൾ വെറൈറ്റിയാണ് ഇത്. ഒരു വിയറ്റ്നാം വെറൈറ്റിയാണ്. എന്നാൽ കൂടി നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് മുട്ടകൾ വന്നുണ്ടോ. ഇവിടെയൊക്കെ ബഡുകളുണ്ട്. ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. നല്ലൊരു സൂപ്പർ വെറൈറ്റിയാണ്. നമ്മുടെ റെഡ് ജുവാബ എന്ന വെറൈറ്റിയുടെ ബഡാണ്. റെഡ് ജുവാബ നല്ല റെഡ് കളർ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ബഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ലൊരു ഡാർക്ക് മെറൂൺ പോലത്തെ കളറുള്ള ഒരു ബഡാണ്. നല്ലൊരു വെറൈറ്റിയാണ്. നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് നമ്മുടെ നക്ഷത്രയാണ്. നക്ഷത്ര ഇതിപ്പോൾ രണ്ടാമത്തെ ഫ്ലവറാണ്. നല്ല വലിയ സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് നക്ഷത്രയ്ക്ക് ബഡൊക്കെ വന്നിട്ടുള്ളത്. നല്ല മെച്ചുവേർഡ് ഫ്ലവറാണിത്. ശരിക്കും ഒരു നക്ഷത്രം പോലെ തന്നെയാണ് ഇതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. സെൻറ്റർ ഭാഗത്തൊരു ലൈറ്റ് യെല്ലോ കളറും ഒരു ഗ്രീൻ കളർ സീഡ് പോഡും അതുപോലെ ഒരു വൈറ്റും പിങ്കും മിക്സ് ചെയ്ത് വരുന്നൊരു പെറ്റൽ കൗണ്ടുമാണ്. പെറ്റലിൻ്റെ കളറുമാണ് ഇതിന് വരുന്നത്. നല്ല പെറ്റൽ കൗണ്ടുള്ള വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നക്ഷത്ര. നല്ല ട്രോപ്പിക്കലാണ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഈ കാണുന്നത് നമ്മുടെ ദ്രോണ എന്ന വെറൈറ്റിയാണ്. ദ്രോണ ഇന്ന് വിരിയിച്ചിട്ടുള്ള ഫ്ലവറാണിത്. ഇനിയും ബഡുകളുണ്ട്.
ദ്രോണയും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. രണ്ടിൽ ഇവിടെയൊക്കെ ബഡ്ഡുണ്ട്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. വലിയ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ദ്രോണ. ഇത് നമ്മുടെ ബീമിൽ അടുത്തൊരു ബഡ് വന്നിട്ടുള്ളതാണ്. വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ബീം. ഈ കാണുന്നത് നമ്മുടെ വൈഡൂര്യയുടെ ബഡാണ്. വൈഡൂര്യ പെറ്റലിൻ്റെ അറ്റത്ത് നല്ല പിങ്ക് ഡോട്ട് പോലെ വരുന്നൊരു വെറൈറ്റിയാണ്. ഒരു ലൈറ്റ് യെല്ലോ കളർ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ബഡുകളുണ്ട്. വലിയ മുട്ടാണിത്. ഈ കാണുന്നത് ശ്വേതാംബർ എന്നൊരു പുതിയ വെറൈറ്റിയുടെ ബഡാണ്. നമുക്ക് സ്റ്റാൻഡിങ് ലീഫ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡുകളുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ തന്നെ ബഡ് വന്നു. ഇപ്പോൾ ഇതാ എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡ് വരുന്നുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ് ശ്വേതാംബർ. നമ്മുടെ AW7 വൈറ്റിൻ്റെ ഫ്ലവറാണ്. ഇത് ഞാൻ വേറൊരു പോട്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഇനിയും ബഡ് വരുന്നുണ്ട്. നന്നായി പൂക്കുന്നൊരു വെറൈറ്റിയാണ് AW7 വൈറ്റ്. ഇത് നമ്മുടെ മിനി എമറാൾഡ് എന്ന വെറൈറ്റിയാണ്. ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്. എന്നാൽ കൂടി നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ലീഫോട് കൂടി തന്നെ ബഡൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് മിനി എമറാൾഡ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ടൊരു ലൈറ്റ് യെല്ലോ കളർ പോലെ അങ്ങനെ വരുന്നൊരു കളറാണ് ഇതിൻ്റേത്. നമ്മുടെ തനിയെ വിരിഞ്ഞ ജംബോ ആണ്. കണ്ടില്ലേ, വലിയ പൂവാണ്. ഇനിയും ബഡുണ്ട്. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. വിരിഞ്ഞിട്ടിപ്പോൾ 2 ദിവസമായി. ഇത് ഇന്ന് ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഫ്ലവറാണ്. നല്ല പെറ്റൽ കൗണ്ട് ഉള്ള ഒരു വെറൈറ്റിയാണ് ജംബോ. നമ്മുടെ സഹസ്രദളം പോലെയൊക്കെ തന്നെ നന്നായിട്ട് വലിപ്പം വെക്കുന്ന ഫ്ലവറാണ്. അതുപോലെ അത്യാവശ്യം നല്ലതായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ജംബോ. നമുക്കിതാ ഇവിടെ ബഡുണ്ട്. ഒരു ബഡ് കൂടി വിരിയാനുണ്ട്. നല്ല റെഡ് കളറാണ് ഫ്ലവറിന്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മുടെ വജ്രയാണ്. വജ്ര നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാ ഇവിടെയും ബഡുണ്ട്. നന്നായിട്ട് പൂക്കുന്നൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത്. ബഡ് കരിഞ്ഞു പോയിട്ടുള്ളതാണ് വജ്ര. ഇനി കാണുന്നത് നമ്മുടെ പിങ്ക് മാരിഗോൾഡിൻ്റെ ടബാണ്. അതിൽ 4 പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞ ഒരു വെറൈറ്റിയാണ് പിങ്ക് മാരിഗോൾഡ്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു ലൈറ്റ് പിങ്ക് കളർ വരുന്നൊരു ഫ്ലവേഴ്സാണ് ഇതിന് വരുന്നത്. ഇത് നമ്മുടെ റിം ട്രാക്ക് എന്ന വെറൈറ്റിയാണ്. നല്ല കളറാണ് ഇതിൻ്റെ പെറ്റൽസിൻ്റെ അറ്റഭാഗം. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ മഴയായതുകൊണ്ടാണ് നന്നായിട്ട് വിടരാതിരിക്കുന്നത്. അതിൽ കുഞ്ഞൻ താമരയാണ്. ഒരു മൈക്രോബാൾ വെറൈറ്റിയാണ് റിം ട്രാക്ക്. ഒരു വിയറ്റ്നാം വെറൈറ്റിയാണ്. സൂപ്പർ കളറാണ്. ഈ കാണുന്നത് പർപ്പിൾ കൊളറാട്ട എന്ന വാട്ടർ ലില്ലിയാണ്. ഒരുപാട് പൂക്കളുണ്ടാവുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പർപ്പിൾ കൊളറാട്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.